നമ്മളിപ്പോ പോകുന്നത് ഉപ്പുപാടങ്ങൾ സന്ദർശിക്കാനാണ്. ഇത് തൂത്തുക്കുടിയിൽ നിന്ന് കന്യാകുമാരി പോകുന്ന വഴിക്കാണുള്ളത്. ആദ്യം ഉപ്പിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഉപ്പ് നമ്മുടെ അടുക്കളയിലെ ഒരു സാധാരണ വസ്തു. പക്ഷെ ഒരു കാലത്ത് ഇത് വെള്ള സ്വർണം, വൈറ്റ് ഗോൾഡ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ചരിത്രത്തിൽ ഉപ്പിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട്. രാജ്യങ്ങൾ ഉപ്പിനെ നിയന്ത്രിച്ച് നികുതി ഈടാക്കി. കാരണം മനുഷ്യജീവിതത്തിന് അത്രയും അനിവാര്യമായ ഒന്നാണിത്. പ്രാചീന ഈജിപ്തിൽ മമ്മിഫിക്കേഷൻ പ്രക്രിയയിൽ ശരീരം സംരക്ഷിക്കാൻ ഉപ്പ് ഉപയോഗിച്ചിരുന്നു. ആഹാരം ദീർഘകാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള പ്രധാന മാർഗവും ഇതായിരുന്നു. ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങളിൽ ഉപ്പ് സ്വർണത്തിനൊപ്പം തൂക്കത്തിൽ വിനിമയം ചെയ്തിരുന്നു. അതായത് ഉപ്പിന്റെ വില അത്രയും ഉയർന്നിരുന്നതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലും ഉപ്പിന് വലിയ സ്ഥാനമുണ്ട്. സോൾട്ട് മാർച്ച് എന്ന സമരം മഹാത്മാഗാന്ധി നയിച്ച ഒരു മഹത്തായ പ്രക്ഷോഭമായിരുന്നു. ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയിരുന്ന ഉപ്പ് നികുതിക്കെതിരെ. ഇതൊരു സാധാരണ വസ്തുവിന്റെ കാര്യത്തിൽ തുടങ്ങിയ സമരമായിരുന്നുവെങ്കിലും അത് പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു വലിയ ടേണിംഗ് പോയിന്റായി മാറി. ഇപ്പോൾ ഉപ്പുണ്ടാക്കുന്ന വിവിധ രീതികളെക്കുറിച്ച് നോക്കാം. നമ്മൾ കാണുന്ന ഉപ്പുപാടങ്ങൾ, സോൾട്ട് പാൻസ്, ഇത് ഏറ്റവും പഴയ രീതികളിലൊന്നാണ്. എന്നാൽ ഇതിനു പുറമെ മറ്റും രീതികളുണ്ട്. ഒന്ന്, റോക്ക് സോൾട്ട് മൈനിങ്, ഭൂഗർഭത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഉപ്പുകല്ലുകൾ ഖനനം ചെയ്തെടുക്കുന്ന രീതി. രണ്ട്, വാക്യൂം ഇവാപ്പറേഷൻ, ആധുനിക ഫാക്ടറികളിൽ ശുദ്ധമായ ഉപ്പ് ലഭിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ. ഇത് വളരെ റിഫൈൻഡ് ആയ ഉപ്പാണ്. ഉപ്പിന്റെ രാസഘടന എന്താണെന്നറിയാമോ? ഇത് സോഡിയം Ne എന്നും ക്ലോറിൻ Cl എന്നുമുള്ള രണ്ട് മൂലകങ്ങൾ ചേർന്നതാണ്. സോഡിയം ക്ലോറൈഡ് NaCl. ഈ ചെറിയ ക്രിസ്റ്റലുകളാണ് നമ്മുടെ ഭക്ഷണത്തിന് രുചി നൽകുന്നത്. എന്നാൽ ഉപ്പ് ഭക്ഷണത്തിനായി മാത്രമല്ല. റോഡുകളിൽ ഐസുരുക്കാൻ, സോപ്പ്, ഗ്ലാസ്, കെമിക്കൽസ് നിർമ്മിക്കാൻ, മനുഷ്യ ശരീരത്തിലെ ജലസന്തുലിതാവസ്ഥ നിലനിർത്താൻ പോലും ഉപ്പ് ഉപയോഗിക്കുന്നു. കേരളത്തിലെ ഉപ്പുപാടങ്ങൾ ഒരു കാലത്ത് വളരെ സജീവമായിരുന്നു. പ്രത്യേകിച്ച് വൈപ്പിൻ ഐലൻഡ്, ആലപ്പുഴ പോലുള്ള തീരപ്രദേശങ്ങളിൽ. ഇന്ന് ആധുനിക ഉൽപാദന രീതികൾ കാരണം ഇവയുടെ എണ്ണം കുറഞ്ഞെങ്കിലും ഇവ ഇപ്പോഴും നമ്മുടെ പൈതൃകത്തിന്റെ ഒരു ഭാഗമാണ്. ചെറിയൊരു സത്യം കൂടി. മനുഷ്യൻ ഉപ്പില്ലാതെ വളരെ കുറച്ചു ദിവസങ്ങൾ മാത്രമേ ജീവിക്കാൻ കഴിയൂ. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു പ്രധാന ഖനിജമാണിത്. അതിനാൽ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ ചെറിയ ഉപ്പിന്റെ കണങ്ങൾ ഒരു വലിയ ചരിത്രവും ശാസ്ത്രവും മനുഷ്യ സംസ്കാരവും ചേർന്നതാണ്.
നമ്മൾ ദിവസവും ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധാരണ വസ്തുവാണ് ഉപ്പ്. പക്ഷേ അതിന്റെ കഥ എത്ര പഴക്കമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? ചരിത്രം പറയുന്നത് പ്രകാരം മനുഷ്യൻ ആദ്യം ഉപ്പ് ഉപയോഗിച്ചത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ്. പ്രാചീന ചൈന, ഈജിപ്റ്റ്, റോമൻ സാമ്രാജ്യം തുടങ്ങിയ സംസ്കാരങ്ങളിൽ ഉപ്പിനു വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഇവിടെ ഹൈവേക്കരികിൽ കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഈ ഉപ്പുപാടങ്ങൾ നമുക്കൊരു ദൃശ്യവിസ്മയം തന്നെയാണ്. ഇങ്ങനെ നിന്ന് പണിയുന്നതിനുള്ള പ്രതിഫലം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് സംശയമാണ്. ഈ കൂട്ടിയിട്ടിരിക്കുന്നതെല്ലാം ഉപ്പാണ്. ഈ ഉപ്പുകല്ലിന്റെ വലിപ്പം കണ്ടോ? ഇനി ഇത് ഫാക്ടറിയിൽ കൊണ്ടുപോയി സംസ്കരണ ചെയ്യാനുണ്ടാകും. പാടത്തിന്റെ എല്ലാം നടുവിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫാക്ടറി കാണാം. ഇതാണ് ഇവിടുത്തെ സംസ്കരണശാലകൾ എന്ന് തോന്നുന്നു. ചൈനയിൽ BC 6000 തന്നെ ഉപ്പ് നിർമ്മിച്ചിരുന്നുവെന്ന് തെളിവുകൾ കാണിക്കുന്നു. റോമൻ സൈനികർക്ക് ശമ്പളത്തിന്റെ ഭാഗമായും ഉപ്പ് നൽകിയിരുന്നു. അതുകൊണ്ടാണ് സാലറി എന്ന പദം സോൾട്ട് എന്ന വാക്കിൽ നിന്നാണ് വന്നതെന്ന് പറയപ്പെടുന്നത്. ഉപ്പ് കണ്ടുപിടിച്ചതല്ല, പ്രകൃതിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒന്നാണത്. പക്ഷെ മനുഷ്യൻ അതിനെ കണ്ടെത്തി ഉപയോഗിക്കാൻ പഠിച്ചു. അപ്പോൾ ഉപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നു? കടൽ വെള്ളം വലിയ പാടങ്ങളിലേക്ക് ചാലുകീറി അതിലൂടെ ഒഴുകിക്കൊണ്ടുവന്ന് കെട്ടി നിർത്തുന്നു. പിന്നെ സൂര്യന്റെ കഠിനമായ ചൂടിൽ വെള്ളം വറ്റിക്കും. അവശേഷിക്കുന്നത് വെളുത്ത നിറത്തിലുള്ള പദാർത്ഥമാണ് ഉപ്പ്. ഈ പ്രക്രിയയെ ഇവാപ്പറേഷൻ എന്നു പറയുന്നു. ഇത് പ്രകൃതിദത്തമായും ചെലവ് കുറഞ്ഞതുമായ ഒരു രീതിയാണ്. കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഇന്നും ഈ ഉപ്പുപാടങ്ങൾ കാണാം, പ്രത്യേകിച്ച് കടൽ തീരങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിൽ. സാധാരണമായി തോന്നുന്ന ഈ ചെറിയ സ്ഫടികങ്ങൾക്ക് പിന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുൻപാണ് മനുഷ്യന്റെ പ്രയത്നവും ഒളിഞ്ഞിരിക്കുന്നത്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഉപ്പുപയോഗിക്കുമ്പോൾ അതിന്റെ കഥയും ഓർക്കാൻ മറക്കരുത്. ഈ ഉപ്പുപാടത്തൂടെ ചുളുചുളുന്നുള്ള കാറ്റുണ്ടെങ്കിലും ഈ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ചൂടിലാണ് ഈ പണിക്കാര് നിന്ന് പണിയുന്നത്. ഈ വെള്ളം കൊണ്ടുവരുന്ന ചാലുകളിൽ പോലും ഉപ്പ് കെട്ടിക്കിടക്കുന്നുണ്ട്. ഉപ്പ് ഒരു രുചി വരുത്തുന്ന വസ്തു മാത്രമല്ല, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖനിജങ്ങളിലൊന്നാണ്.
നമ്മുടെ നാഡീ സംവിധാനം ശരിയായി പ്രവർത്തിക്കാൻ, മസിലുകൾ ചുരുങ്ങാനും വികസിക്കാനും, ശരീരത്തിലെ ജലസന്തുലിതാവസ്ഥ നിലനിർത്താനും ഉപ്പ് അനിവാര്യമാണ്. എന്നാൽ അധികമായി ഉപ്പ് കഴിക്കുന്നത് ഹൈ ബ്ലഡ് പ്രഷർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതുകൊണ്ട് ബാലൻസ് വളരെ പ്രധാനമാണ്. ഉപ്പിന്റെ വ്യത്യസ്ത തരങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? സീ സോൾട്ട്, കടൽ വെള്ളത്തിൽ നിന്ന് നേരിട്ട്; റോക്ക് സോൾട്ട്, ഭൂഗർഭത്തിൽ നിന്ന്; ഹിമാലയൻ പിങ്ക് സോൾട്ട്, പിങ്ക് നിറമുള്ള ധാതുക്കൾ അടങ്ങിയ ഉപ്പ്; അയോഡൈസ്ഡ് സോൾട്ട്, അയോഡിൻ ചേർത്ത ഉപ്പ് തൈറോയിഡ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. മനുഷ്യചരിത്രത്തിൽ ഉപ്പിന് വളരെ പ്രത്യേക സ്ഥാനമുണ്ട്. NaCl എന്ന രാസസൂത്രമുള്ള ഈ ചെറിയ കണങ്ങൾ ഒരു കാലത്ത് പണമെന്ന പോലെ ഉപയോഗിച്ചിരുന്നു. ചില രാജ്യങ്ങളിൽ തൊഴിലാളികൾക്ക് ശമ്പളമായി പോലും ഉപ്പ് നൽകിയിരുന്നു. ഭാഷകളിലും ഉപ്പിനൊരു സ്ഥാനമുണ്ട്. ഒരു വ്യക്തിയോട് വിശ്വാസഘാതം ചെയ്യുക എന്നർത്ഥത്തിൽ അവൻ കഴിച്ച ഉപ്പിനോട് ദ്രോഹം ചെയ്തു എന്നൊരു പ്രയോഗം മലയാളത്തിൽ ഇന്നും ഉപയോഗിക്കുന്നു. ഈ ചേട്ടൻ നമുക്ക് ഉപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരികയാണ്. കടലിൽ നിന്ന് കടൽവെള്ളം ചാലുകീറി ഈ പാടത്തേക്ക് എത്തിച്ച് ഇവിടെ കെട്ടി നിർത്തും. എന്നിട്ട് 28 ദിവസം സൂര്യപ്രകാശം കൊള്ളിച്ച് പാടാതെ വെള്ളം മുഴുവൻ വറ്റിക്കുമ്പോൾ ഈ കാണുന്ന പോലെ വെള്ള കളറിൽ ഉപ്പ് പാടത്ത് അവശേഷിക്കും. ഇത് ശവൽ ഉപയോഗിച്ച് ഈ ചേച്ചിമാർ ഇതുപോലെ കോരിക്കൂട്ടി കരക്കെത്തിക്കും. അങ്ങനെ കൊണ്ടെത്തിച്ച് കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഈ ഉപ്പ്. പിന്നെ ഒരു കാര്യം, ഇത് സാധാരണ ചെളിയല്ല പാടത്തിട്ടിരിക്കുന്നത്. ഈ പാടങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ചെളി കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഈ ചെളി പാടത്ത് കിടക്കുന്ന ചെളി കോരി മാറ്റി അവിടെ ഫില്ല് ചെയ്യും. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, മനുഷ്യന്റെ വിയർപ്പും കണ്ണീരും പോലും ചെറിയ അളവിൽ ഉപ്പടങ്ങിയതാണ്. അതുകൊണ്ടാണ് അവയ്ക്ക് അല്പം ഉപ്പുരുചി തോന്നുന്നത്. ഉപ്പ് പ്രകൃതിയിൽ എങ്ങനെ രൂപപ്പെടുന്നു? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കടൽ ജലം ഭൂമിയുടെ ചില ഭാഗങ്ങളിൽ കുടുങ്ങി സൂര്യന്റെ ചൂടിൽ വറ്റിപ്പോയപ്പോൾ അവശേഷിച്ചത് ഉപ്പിന്റെ കട്ടകളായിരുന്നു. ഇവയാണ് ഇന്ന് നമ്മൾ കാണുന്ന റോക്ക് സോൾട്ട്. ഇന്നത്തെ ലോകത്ത് ഉപ്പ് ഭക്ഷണത്തിനും മാത്രമല്ല പല വ്യവസായങ്ങളിലും ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റിക് നിർമ്മാണം, പേപ്പർ, ഡിറ്റർജന്റുകൾ, അതിനുപോലെ തന്നെ മെഡിക്കൽ രംഗത്തും. ചൂട് കൂടി വരികയാണ്. ഞാനും ടയേർഡായി തുടങ്ങി. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഒരു ചെറിയ ഫാക്ട് കൂടി. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്ത്യ എന്നിവ ഉൾപ്പെടുന്നു. അതിനാൽ നമ്മൾ ചെറിയതായി കാണുന്ന ഈ ഉപ്പ് ശാസ്ത്രം, ചരിത്രം, ആരോഗ്യം, സംസ്കാരം എല്ലാം ചേർന്ന ഒരു അത്ഭുതമാണ്.
ദ സൗത്ത് ഇന്ത്യൻ ട്രാവൽ വ്ലോഗ് പാർട്ട് 1-ൽ ഒരു നല്ല സ്ഥലം കൂടി വിനോദത്തിനും അറിവിനുമായി നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ യാദൃച്ഛികമായാണ് ഞാനിവിടെ എത്തിയത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ടായിരുന്നു. പക്ഷെ ചൂട് കാരണം പല സ്ഥലങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നു. സമയം കിട്ടുന്ന പോലെ ഇനിയും ഈ വഴി വന്ന് അതൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. അപ്പൊ ശരി ഫ്രണ്ട്, ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ നമ്മുടെ ദ കംപ്ലീറ്റ് സൗത്ത് ഇന്ത്യൻ ട്രാവൽ വ്ലോഗ് പാർട്ട് 1-ലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. എല്ലാവരും കാണണം. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. സബ്സ്ക്രിപ്ഷൻ തീരെ കുറവാണ്. ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തരണം. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നാൽ ഞങ്ങൾ അതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പാർട്ട് 1 കഴിഞ്ഞാൽ പാർട്ട് 2 ഉണ്ട്. അത് കേരള, കർണാടക വീഡിയോസ് ആയിരിക്കും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മംഗലാപുരം, മൈസൂർ, ബാംഗ്ലൂർ ഒക്കെ കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്നാലേ ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകൂ തുടർന്നും വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ ഫ്രണ്ട്സ്. നെക്സ്റ്റ് വീഡിയോയുമായി ഉടനെ വരാം.